മലകൾക്ക് നടുവിൽ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിനടുത്തുള്ള പള്ളിവാസലിലാണ്. ഇവിടെ നിന്നും വലത്തോട്ടുള്ള ഈ വഴിയിലൂടെ തിരിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത് പ്രശസ്തമായ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം നമുക്ക് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ. മൂന്നാറിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം. അങ്ങ് ദൂരെ നിന്നും ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ ആകാശക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിരപ്പുഴയാറിൽ നിന്നും ഒഴുകി വരുന്ന ഈ വെള്ളവും അതിൻ്റെ നടുവിലൂടെയുള്ള ആ പാലവുമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതുപോലെ തന്നെ ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളും റിസോർട്ടുകളും പ്രത്യേകമായ ഒരു ഭംഗിയാണ് ഈ സ്ഥലത്തിന് നൽകുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പതഞ്ഞൊഴുകുന്ന മനോഹരമായ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ടോണിമോൻ തന്നെ കളത്തിലിറങ്ങണം. അപ്പോൾ നമുക്ക് ടോണിമോൻ എടുത്തുകൊണ്ട് വന്ന കുറച്ച് വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. പഴയ മൂന്നാറിലെ ഹെഡ് വർക്ക്സ് ഡാമിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് മുതിരപ്പുഴയാറിലൂടെ ഒഴുകി ആറ്റുകാട് എത്തുന്നത്. കാണാൻ ഒരുപാട് ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടം ഒരുപാട് അപകടം നിറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ്. മുതിരപ്പുഴയാറിൻ്റെ കുറുകെ നിർമ്മിച്ച ഈ പാലത്തിൽ കയറി നിന്ന് നിങ്ങൾക്കും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റും. യാതൊരു കാരണവശാലും നിങ്ങൾ ഈ പുഴയിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഒരുപാട് അപകടങ്ങൾ നടന്നൊരു സ്ഥലമാണിത്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആരും വെള്ളത്തിലിറങ്ങാൻ ശ്രമിക്കരുത്. ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ പാലം, വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെയുള്ള പാലം. കഷ്ടിച്ച് ഒരു വാഹനം മാത്രം കടന്നു പോകാനുള്ള വീതിയേ ഈ പാലത്തിനുള്ളൂ. അതുകൊണ്ട് വാഹനത്തിൽ വരുന്നവർ ഇവിടെ തിരക്കുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണുന്നത് പോലെയൊന്നുമല്ല, നല്ല ശക്തിയായി തന്നെയാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകും. അതിമനോഹരമാണെങ്കിലും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ദയവായി വെള്ളത്തിലിറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.